ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. വേലും മയിലും സേവലും തുണൈ. ഓം ശ്രീ മുരുകാ ശരണം. നാം കന്ദഷഷ്ടി കവചത്തിൻ്റെ അർത്ഥം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 133 വരികളാണ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കി നിർത്തിയത്. ഇന്ന് 134 വരി മുതൽ 149 വരികൾ വരെയുള്ളത് നമുക്ക് അർത്ഥം നോക്കാം. നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. അർത്ഥം പൂർണ്ണമായും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായും കാണുക. സ്കിപ്പ് ചെയ്യുമ്പോൾ ഇടയിൽ കുറേ പോയിന്റുകളെല്ലാം വിട്ടുപോകും. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും. അത് ഒന്ന് അമർത്തി വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ദൈവനാമമായെങ്കിലും രേഖപ്പെടുത്തുക. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. കന്ദഷഷ്ടി കവചം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നുണ്ട്. അതൊരു കവചമാണ്, ഒരു സംരക്ഷണമാണ്. നമ്മൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ദീപം തെളിയിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് കന്ദഷഷ്ടി കവചം ചൊല്ലുമ്പോൾ നമ്മൾ ഒരു പടയാളി എങ്ങനെയാണോ ഒരു പടക്കോപ്പ് ധരിച്ച് ദേഹത്തെ സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മൾ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ ആയിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ കവചം നമ്മളെ സംരക്ഷിക്കുന്നു. വിശ്വാസമാണ് എല്ലാം കാര്യം. ചോദ്യം ചെയ്യാൻ പെട്ടെന്ന് പറ്റും, പക്ഷേ അത് ചെയ്ത് അത് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാകുള്ളൂ. വരൂ, നമുക്ക് തുടങ്ങാം. ആദ്യം ഇന്ന് നോക്കുന്ന വരികൾ ചൊല്ലാം. പടിയിനിൽ മുട്ടപ്പാസക്കയിற்றாൽ கட்டுடன் அங்கம் கதறிட கட்டு கட்டி உருட்டு கால்கை முறிய கட்டு கட்டு கதறிட கட்டு முட்டு முட்டு விழிகள் பிதுங்கிட செக்கு செக்கு செதில் செதிலாக சொக்கு சொக்கு சூர்பகை சொக்கு குத்து குத்து கூர்வடி வேலால் பற்று பற்று பகலவன் தணலெறி 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 தணலதுவாக விடுவிடு வேலை வெருண்டது ஓட புலியும் நரியும் புன்னரி நாயும் எலியும் கரடியும் இனி தொடர்ந்தோட தீழும் பாம்பும் செய்யான் கூறான் கடிவிடா விஷங்கள் கடித்துயிர் அங்கம் ஏறிய விஷங்கள் എളിതിനിൽ ഇറങ്ങ. ദുഷ്ടശക്തികളിൽ നിന്നെല്ലാം സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുശേഷം പറയണ് പല വിഷജന്തുക്കളും മറ്റ് വന്യമൃഗങ്ങൾ ഇവയെല്ലാം നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷിക്കണം. പ്രത്യേകമായും വിഷജന്തുക്കളുടെ വിഷത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കണം, എന്നെ സംരക്ഷിക്കണം എന്ന് ബാലൻ ദേവരായ സ്വാമികൾ ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓരോരോ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. ഇന്നത്തെ വരികൾ വലിയ കഷ്ടമുള്ള വരികളല്ല. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. ഇത് 14ാമത്തെ ഭാഗമാണ്. 12ാമത്തെ ഭാഗത്തിലും 13ാമത്തെ ഭാഗത്തിലും നാം കൂടുതലായും
ദുർമന്ത്രവാദം കൊണ്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളെ പറ്റിയിട്ടും ആ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതുമാണ് നാം നോക്കിയത്. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ ഈ കവചം ചൊല്ലാൻ തന്നെ പറ്റി എന്ന് വരികയില്ല. കാരണം അവർ മാനസികമായിട്ട് കഷ്ടങ്ങൾ അനുഭവിക്കുകയാണല്ലോ. അതുകൊണ്ടോ അതല്ലെങ്കിൽ മനസ്സ് കൈവിട്ടതുപോലെ തോന്നുകയാണെങ്കിൽ ഒരു ഏകാഗ്രത കിട്ടാത്തത് കൊണ്ടോ ഈ കവചം ചൊല്ലാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി ഈ കവചം ചൊല്ലി ഭസ്മം ധരിപ്പിക്കുകയോ അതല്ലെങ്കിൽ പൂജാ റൂമിൽ നാം സാധാരണ ഒരു ചെറിയ പാത്രത്തിൽ ഭഗവാന് ജലം സമർപ്പിക്കുമല്ലോ, ആ ജലം ഈ ജപം ചൊല്ലിയതിന് ശേഷം ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൊണ്ട് കുടിപ്പിച്ചാൽ, അതും തുടർച്ചയായി 41 ദിവസമോ 48 ദിവസമോ ഒരേ സമയത്ത് ഇത് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ ഇതിന് ശാന്തി ലഭിക്കുമെന്ന് അറിവുള്ളവർ പറയുന്നു. ഞാൻ കേൾവിയാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചോറ്റാനിക്കര അമ്പലത്തിൽ കീഴ്ക്കാവില് ഇതുപോലെയുള്ള ബാധ ഉപദ്രവങ്ങൾ ഉള്ളവർക്ക് അതിന് ശാന്തി ലഭിക്കാനുള്ള പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അതിനെക്കുറിച്ചും ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ചാനലിൽ ചെന്ന് വീഡിയോസ് എന്ന് നോക്കിയാൽ എല്ലാ വീഡിയോവും അവിടെ വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ തിരഞ്ഞെടുത്ത് കാണാം. ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് വാദിക്കുന്നവരും ഉണ്ട്. ഭക്തിയാണ് എല്ലാറ്റിനും മുന്നിൽ നിൽക്കേണ്ടത്, ഭഗവാനോടുള്ള പ്രേമം. ഇതിന് തൊട്ടു മുന്നേ ഉള്ള വീഡിയോയിൽ കാലൻ ഭക്തനെ കണ്ടാൽ പേടിച്ച് ഓടണം എന്ന രീതിയിലാണ് അവസാനിപ്പിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇവിടെ പറയുന്നത്. പടിയിനിൽ മുട്ട പാസക്കൈത്താൽ കട്ടുടൻ അംഗം കതറിട കട്ട് കട്ടി ഉരുട്ട് കാൽകൈ മുറിയ. ഈ വരികളും തുടർന്നുള്ള വരികളും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ആദ്യത്തെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ: മരണസമയമാകുമ്പോൾ യമദൂതന്മാർ പാശക്കയറുമായിട്ട്, അതായത് ആത്മാക്കളെ ബന്ധിപ്പിക്കാനുള്ള കയറുമായിട്ട്, യമദൂതന്റെ കൂടെ പോകാൻ ആർക്കും സന്തോഷം ഉണ്ടാവില്ലല്ലോ, അപ്പൊ കയറുകൊണ്ട് തന്നെ കെട്ടിക്കൊണ്ടു പോകേണ്ട സ്ഥിതിയായിരിക്കും. അങ്ങനെ എന്നെ കെട്ടുമ്പോൾ ദേവരായ സ്വാമികൾ പറയാണ്, കട്ടുടൻ അംഗം കതറിട്. ശരീരഭാഗങ്ങളെയൊക്കെ അങ്ങനെ യമദൂതന്മാര് വരിഞ്ഞു കെട്ടുന്ന സമയത്ത് യമന്റെ കൂടെ പോകാൻ ഇഷ്ടമില്ല, ഭഗവാന്റെ അടുത്താണ് പോകേണ്ടതെന്ന രീതിക്ക് ആത്മാവ് അലറി വിളിക്കുമല്ലോ. ആ സമയത്ത് ഭഗവാൻ വന്നിട്ട് കട്ടി ഉരുട്ട് കാൽകൈ മുറിയെ, യമദൂതന്മാരെ പിടിച്ചു കെട്ടിയിട്ട് അവരുടെ കാലും കയ്യും ഒക്കെ മുറിച്ചു വിടണം എന്നാ പറയണം. മറ്റൊരു രീതിയില് നമ്മെ നശിപ്പിക്കാനായി വരുന്ന ശത്രുക്കളെ പടിയുടെ അവിടെ തന്നെ വെച്ചിട്ട് കട്ട് കട്ട് കതറിടക്കട്ട് വരിഞ്ഞു കെട്ടി അവരെ കതറിട്, രക്ഷയില്ലാണ്ട് കരയുന്നതിനാണ് ഇങ്ങനെ കതറുക എന്ന് പറയണത്. പലതും പറഞ്ഞു പുലമ്പി കരയുക, ആ രീതിക്ക് ശത്രുക്കളെ ഇല്ലാണ്ടാക്കണം. പിന്നെയോ മുട്ട് മുട്ട് വിഴികൾ പിതുങ്കിട സെക്ക് സെക്ക് സെതിൽ സെതിലാക. മുട്ട് മുട്ട് വിഴികൾ പിതുങ്കിട്, അവരെയൊക്കെ തട്ട് മുട്ടും ചെയ്തിട്ട്, വിഴി എന്ന് പറഞ്ഞ കണ്ണ്, അവരുടെ കണ്ണുകള് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത് പോലെ അത്രയും ശക്തിയില് അവരെ നേരിടണം. ശെക്ക് ശെക്ക് ശെതിൽ ശെതിലാക്. ശെക്ക് എന്ന് പറഞ്ഞാ കൊല്ലാന്നൊരർത്ഥമുണ്ട്. എങ്ങനെ കൊല്ലണം എന്നാ പറയണത്? നാര് നാരാക്കിയിട്ട് ശെതിൽ ശെതിലാക്, നാര് നാരായി അവരെ കീറി പറിച്ചു കളയണം എന്നാ പറയണത്. അവരെയൊക്കെ ശത്രുക്കളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ദേവരായ സ്വാമികൾ വീണ്ടും ഒന്ന് വിചാരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഭഗവാനോട് ആവശ്യപ്പെട്ടത് ശരിയായോ? ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ മിത്രങ്ങളാക്കിയാലും മതിയല്ലോ. അതുപോലുള്ള അർത്ഥത്തിൽ പറയണ്, സൊക്ക് സൊക്ക് സൂപ്പതേ സൊക്ക് കുത്തു കുത്തു കൂവടി വേലാൽ. ശൊക്കിപ്പോവുക എന്നൊക്കെ തമിഴില് പറഞ്ഞാല്
ഭംഗി കണ്ടിട്ട് നീ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാണ്ടേ അങ്ങനെ ആകൃഷ്ടരായി നിൽക്കുക, അതിനാണ് ശൊക്കുക എന്ന് പറയുന്നത്. അപ്പൊ ബാലൻ ദേവരായ സ്വാമികൾ ഇവിടെ എന്താ പറയണത്? ഭഗവാനെ, എന്റെ ശത്രുക്കള് വടിയിലെത്തുമ്പോ തന്നെ എന്നെ കാണുമ്പോ അവർക്ക് എന്നോടുള്ള ശത്രുത മറന്നിട്ട് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ട് എന്നോടൊരു ആകർഷണം അവർക്ക് തോന്നണേ. അങ്ങനെ ശത്രുത അവരുടെ ഇല്ലാണ്ടായിട്ട് അവരൊക്കെ മിത്രങ്ങളായി തീരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എത്ര നല്ലൊരു പ്രാർത്ഥനയാണെന്ന് നോക്കൂ. പക്ഷെ അടുത്ത വഴി നോക്കൂ, കുത്തു കുത്തു കൂർവടി വേലാൻ. ഇങ്ങനെയൊന്നും മാറാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് ശത്രുക്കളായി വരുന്നതെങ്കിൽ അവരെ നിന്റെ വേലുകൊണ്ട് കുത്തി കുത്തി അവരെ ഇല്ലായ്മ ചെയ്യണം. പറ്റു പറ്റു പഹലവൻ തണലെരി 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 തണലതുവാക. പകലവൻ എന്ന് പറഞ്ഞ ആരാ? സൂര്യഭഗവാൻ. അപ്പൊ സൂര്യന്റെ ചൂട്, സൂര്യതാപം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സൂര്യതാപം ഒരുപാടായാൽ എന്താവും? സൂര്യാഘാതമാകും, മനുഷ്യൻ മരിച്ചു പോകാം അല്ലേ? എന്റെ ശത്രുക്കൾക്ക് എപ്പോഴും സൂര്യതാപത്തിൽ നിന്നിട്ട് ദേഹമൊക്കെ ചുട്ടു പഴുത്തിങ്ങനെ പൊള്ളുന്നത് പോലെയുള്ള തോന്നൽ ഉണ്ടാക്കിയിട്ട് തണലരി തണലരി തണൽ അതുവാഹ. തണലത്ത് നിന്നാൽ പോലും ഈ ചൂട് അനുഭവപ്പെടണം അവർക്ക്. എന്നോടുള്ള ശത്രുത അവർക്ക് മാറണം, അതല്ലെങ്കിൽ എന്നെ ശത്രുത ചെയ്യുന്നതിൽ നിന്ന് അവര് പിന്മാറണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വരി വരെ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിച്ചത്? ഭൂതപ്രേത പിശാചുകളിൽ നിന്ന് രക്ഷിക്കണം, യമദൂതനിൽ നിന്ന് രക്ഷിക്കണം, പിന്നെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം എന്നൊക്കെയാണ് വിശദമായി പറഞ്ഞത്. ഇനിയുള്ള ഏതാനും വരികളില് നമുക്ക് ആപത്തുകൾ വരുത്താൻ സാധ്യതയുള്ള ചില മൃഗങ്ങളോ ചില ജന്തുക്കളോ അവരിൽ നിന്ന് രക്ഷ വേണം എന്നാണ് പറയുന്നത്. വിട് വിട് വേലൈ വെറുണ്ടത് ഓട് പുലിയും നരിയും പുന്നരി നായും. പിന്നെ ഏതൊക്കെയാ ഓടേണ്ടത്? എലിയും കരടിയും ഇനി തുടർന്നോട്. നമ്മളെ ആക്രമിക്കാൻ വല്ല വന്യമൃഗങ്ങളും വന്നാല് അവരെയും വേല എറിഞ്ഞിട്ട് വിട് വിട് വേലയെന്ന് പറഞ്ഞിട്ടുണ്ട്. വേല എറിഞ്ഞിട്ട്, വിട് എന്ന് പറഞ്ഞാൽ ഇവിടെ വീശി എറിയ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ വേല എറിഞ്ഞിട്ട് വരണ്ടത് ഓട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വരണ്ട ഓടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്രയും ഭയപ്പെട്ടിട്ട് ഓടിപ്പോവുക. ആ മൃഗങ്ങളെ ഒക്കെ തുരത്തി ഓടിക്കണം. പിന്നെ ചില വിഷജന്തുക്കളെ പറ്റി പറയാണ്. തേളും പാമ്പും ചെയ്യാൻ പൂരാൻ. വിഷമുള്ള ജന്തുക്കളാണല്ലോ ഇവയൊക്കെ. കടിവിടാ വിഷങ്ങൾ കടിത്തുയരംഗം ഏറിയ വിഷങ്ങൾ എളിതിനിൽ ഇറങ്ങ. തേള് പാമ്പ് പോലെയുള്ള ജീവികളിൽ നിന്ന് എങ്ങാനും വല്ല വിഷം തീണ്ടിയാല് ആ വിഷം ശരീരത്തിൽ നിന്ന് വേഗം തന്നെ എളുപ്പത്തിൽ ഇറങ്ങിപ്പോകണേ. വിഷം എന്നെ ബാധിക്കരുതേ, വിഷത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കണേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഈ സ്തുതി ഒരു കവചമാണല്ലോ. അപ്പൊ ഓരോ കാര്യങ്ങളും പ്രത്യേകമായിട്ട് ബാലൻ ദേവരായ സ്വാമികള് ഇവിടെ പറയുകയാണ്. ഭക്തിയോടുകൂടെ നമുക്ക് ഇത് നിത്യം ചൊല്ലാം. ഈ വീഡിയോയിൽ നമ്മൾ 149 വരികളാണ് നോക്കിയത്. ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശ്രീ മുരുകാ ശരണം, ഷൺമുഖാ ശരണം, ശരവണഭവായ നമഃ.